ഹായ്, വെൽക്കം ടു സിറ്റി ഹിൽസ്. ഞങ്ങളങ്ങനെ പിത്തോറ കാർഹിൽ നിന്നും ഇന്ന് മടങ്ങുകയാണ് കേട്ടോ. പക്ഷെ എന്തോ ഞങ്ങൾ മടങ്ങുന്ന ദിവസമാണ് സ്നോഫോളൊക്കെ ഉണ്ടായത്. കണ്ടില്ലേ, എല്ലാ ബൈക്കുകൾക്ക് മേലെയും മൊത്തം മഞ്ഞാണ്. ഇതാണ് ശ്രീ ഗുർണാമാത മന്ദിർ. പിത്തോറാഗർഹ് മലകളിലേക്ക് വരികയാണെങ്കിലും പോവുകയാണെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഗ്രാമവാസികൾ, ഇവിടെയുള്ള വില്ലേജസ് എല്ലാവരും, ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്ന എല്ലാ വണ്ടികളും ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടുത്തെ കുറിയൊക്കെ തൊട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് ഇങ്ങോട്ടേക്ക് വരുന്നവരാണെങ്കിലും പോകുന്നവരാണെങ്കിലും. എന്തോ അപകടം പിടിച്ച വഴിയല്ലേ, സോ അങ്ങനെയൊരു വിശ്വാസമുണ്ട് ഇവിടെ. സോ ഞങ്ങളും ശ്രീ ഗുർണാമാതയെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അതിമനോഹരമായ മഞ്ഞുമലകളൊക്കെ കാണാൻ കഴിഞ്ഞു. കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് മഞ്ഞ് അല്ലെങ്കിൽ സ്നോ ഫോൾ ചെയ്തിരുന്നില്ല. ഇപ്പോൾ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മഞ്ഞുമലകളാണ്. ഞങ്ങൾ പോയ പിത്തോറാഗർഹിലെ മലകളെല്ലാം മഞ്ഞിൽ മൂടും. അതൊരു ഡിസംബർ അവസാനത്തേക്കൊക്കെയാണ് അങ്ങനെ മഞ്ഞാൽ എല്ലാ മലകളും മൂടുന്നത് കേട്ടോ. ഞങ്ങൾ പോയ എല്ലാ സ്ഥലവും മഞ്ഞുകൊണ്ട് മൂടി മൊത്തം എൻജോയ് ചെയ്യാൻ കഴിയുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് മുമ്പേ പോയതിനാൽ ആ ഭാഗ്യം ലഭിച്ചില്ല. ഇങ്ങനെ ദൂരെ നിന്ന് ആ സ്നോഫോളൊക്കെ, മഞ്ഞുമലകളൊക്കെ ആസ്വദിക്കാനുള്ള ഭാഗ്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായുള്ളൂ. ഇനിയൊരു പ്രാവശ്യം തീർച്ചയായും ഇവിടെ വരണം. അതിമനോഹരമായ മഞ്ഞുമലകളൊക്കെ അടുത്തുനിന്ന് ആസ്വദിക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ കരുതി ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. വരും വഴി ചായയും മൊമ്മോസും മാഗി നൂഡിൽസും ഓംപ്ലേറ്റൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കാച്ചി. ഇവിടുത്തെ മൊമ്മോസിനും മാഗിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെയല്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫുഡ്സൊക്കെ ഉണ്ടാക്കുന്നതിൽ പ്രത്യേക കഴിവാണ്. ഭയങ്കര ടേസ്റ്റാണ്. പിത്തോറാഗർഹിലേക്ക് വരുന്ന വഴിയുള്ള മലനിരകളുടെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതിമനോഹരമായ കാടുകൾക്ക് നടുവിലായി ചെറിയ ചെറിയ വീടുകളും ഒക്കെയായി ഉള്ള ആ ഒരു ഗ്രാമാന്തരീക്ഷവും ആ കാടും ആ മലനിരകളുമെല്ലാം വേറൊരു ലോകത്തിലേക്ക് ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതീതി, അവിടുത്തെ ആ യാത്രാനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അതിമനോഹരമായ ഈ മലനിരകളിലേക്ക് നിങ്ങൾ വരേണ്ടതാണ്. അതിൻ്റെ ആ ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും അനുഭവിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ പിത്തോറാഗർഹിലെ മലനിരകളിൽ നിന്നും ഞങ്ങൾ നാട്ടിലേക്കെത്തി. ഇതാ രുദ്രപൂർ പോകുന്ന വഴിയുള്ള ആ ഒരു സ്ഥലമാണ്, വില്ലേജാണിത്. ഇവിടെ മൊത്തം കടുകും നെല്ലും കരിമ്പും ഒക്കെ ആയി കൃഷികളാണ്. സോ ഒരുപാട് നെൽപ്പാടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതേപോലെ കടുവ പാടങ്ങളും കാണാൻ കഴിയും.
മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്ന പൂവിൻ്റെ ആ ഒരു ഭംഗിയിലുള്ള ആ, ആ ഒരു നിറത്തിലുള്ള കടുകുപാടങ്ങൾ, അത് ആ, എന്തോ എനിക്ക് ഒരു ഭയങ്കര എന്താ പറയുക അനുഭവമായിരുന്നു. വൈകുന്നേരത്തെ അസ്തമയ സൂര്യൻ്റെ ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഈ ഒരു മഞ്ഞ നിറം കാണുമ്പോൾ അതിമനോഹരമായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല പൂക്കളുടെയും പാടങ്ങളുടെയൊക്കെ എൻവയോൺമെൻറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ ഭയങ്കര വിരുന്നാണ് കേട്ടോ. നല്ല ഒരുപാട് പാടങ്ങളും ഒരുപാട് മലകളും ഒരുപാട് ക്യാൻവാസുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. പിത്തോറഗർഹ് എന്ന നാടും ആ മലനിരകളും ഞങ്ങൾക്ക് നൽകിയ അനുഭവം അത് വേറെ തന്നെയാണ്. അതിമനോഹരമായ ആ ഒരു അനുഭവത്തിൽ നിന്നും ഞങ്ങളിതാ അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്.